ഹലോ! പുതിയ വീട് നിർമ്മിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് കിളികൾ വന്ന് കൂടുകൂട്ടി കുഞ്ഞുങ്ങളായിട്ട് സന്തോഷായിട്ട് പറന്നു പോകുന്ന ഒരു വീട്. വീടിന്റെ എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ ആരും ചോദിച്ചു പോകും ആരാണ് ആർക്കിടെക്റ്റ്? അല്ലെങ്കിൽ ആരാണ് ഡിസൈൻ ചെയ്തതെന്ന്. എന്നാൽ ഒരു ആർക്കിടെക്റ്റിന്റെയോ ഡിസൈനറുടെയോ സഹായം ഇല്ലാതെ ഗൃഹനാഥന്റെയും കോൺട്രാക്ടറുടെയും ഭാവനയിൽ വിരിഞ്ഞ ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. തൃശ്ശൂർ ഒല്ലൂർ അവണിശ്ശേരിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഉമേഷ് ഹരിത ദമ്പതികളും അവരുടെ പ്രിയാൾ എന്ന കൊച്ചു സുന്ദരിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു അടിപൊളി വീടിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. കോമ്പൗണ്ട് വാൾ മുതൽ വീടിന്റെ എലിവേഷൻ വരെ ഒരേ പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗേറ്റുകൾ ചെയ്തിരിക്കുന്നത് GI പൈപ്പിലാണ്. ഒരു സൈഡ് ഓപ്പണബിളും ഒരു സൈഡ് സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോൾ മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു. അതിന്റെ ഡിസൈൻ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള 8 സെന്റ് പ്ലോട്ടിലാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു ഏരിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ജാളി വർക്ക് തന്നെയാണ് വീടിന്റെ ഹൈലൈറ്റ്. എലിവേഷന് മെയിൻ ആയിട്ട് 2 കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഐവറിയും ഗ്രേയും മിക്സ് ആയിട്ടൊരു കളറും പിന്നെ നമ്മുടെ വൈറ്റും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി ചെല്ലുന്നത് എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ മെയിൻ ഡോർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടീക്കിന്റെ സിംഗിൾ ഡോറാണ്. അതിലൊരു ഗ്രൂ വർക്കിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള ഫ്രെയിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറിന്റെ ഡിസൈൻ കേട്ടോ. ഒരു വെറൈറ്റി തന്നെയാണ് ഇത് അല്ലേ. വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ കയറി ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ്. നേരെ കാണുന്നത് ഒരു TV യൂണിറ്റ് ആണ്. വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 സിംഗിൾ സീറ്ററും ഒരു 3 സീറ്ററിന്റെയും സോഫ സെറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിന് ചുറ്റും റൂഫിനോട് ചേർന്ന് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ജിപ്സം സീലിംഗ് ചെയ്ത ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്ന് കാണുമ്പോൾ. പ്ലൈവുഡിലാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് വൈറ്റും വുഡൻ കളറിലുള്ള മൈക്ക ഷീറ്റുകൾ ഒട്ടിച്ചിരിക്കുന്നു. മുകളിലായിട്ട് ഒരു ഓപ്പൺ റാക്കും അതിന് താഴെയായിട്ട് 2 സ്പോട്ട് ലൈറ്റും കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന എയർ ഹോളിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ വീടുകളിൽ റൂമിന്റെ ചുമരിന്റെ സെൻട്രലായിട്ട് ടോപ്പിൽ 2 മുതൽ 3 അടി വരെയാണ് എയർ ഹോൾസ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ റൂമിന്റെ മുകളിലായിട്ട് തന്നെ ഒരു സൈഡിലായിട്ട് ഏകദേശം 5 അടിയോളം നീളത്തിലാണ് എയർ ഹോൾ കൊടുത്തിട്ടുള്ളത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിട്ടോ. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അതെ, ഇവിടുത്തെ സ്റ്റെയർ കേസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
GI ഫ്രെയിമിലാണ് ഇതിന്റെ ഫ്രെയിം വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് വുഡൻ കവറിംഗ് കൊടുത്തിരിക്കുകയാണ്. ഹാൻഡ് റെയിലിനായിട്ട് 1 mm സ്ക്വയർ റാഡും അതിന് മുകളിൽ വുഡൻ റെയിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അടിപൊളി ഒരു പാർട്ടീഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു പാർട്ടീഷൻ അപ്പുറത്ത് ഡൈനിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് യൂണിറ്റ്. സിമ്പിളായിട്ട് വുഡിൽ ചെയ്തെടുത്ത ഒരു ഡൈനിങ് ടേബിളിന് മുകളിൽ ബ്ലാക്ക് ഗ്ലാസ് ഇട്ടിരിക്കുന്നു. 4 പ്ലാസ്റ്റിക് ഡിസൈനർ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രെയിമുകളെല്ലാം അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. കോർട്ട്യാർഡിന്റെ പുറകിലായിട്ട് ജാളി വർക്കും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും റൂഫിന്റെ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെയും നമുക്കൊരു ജിപ്സം സീലിംഗ് ചെയ്ത ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കോമൺ വാഷ്. ഉള്ളിലേക്ക് പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന ചുവരുകളിൽ ബ്ലൂ കളറിലുള്ള പെയിന്റ് നൽകി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ലെഗേർഡ് കൂടിയ വാഷ് കൗണ്ടറും അതിന് മുകളിൽ ടേബിൾ ടോപ്പായ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ചെറിയ പാനലോട് കൂടി മിറർ ക്ലാഡിംഗ് ചെയ്തിരിക്കുന്നു. അതിന് സൈഡിലായിട്ട് ചെറിയ 2 ഓപ്പൺ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിന്റെ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് എഡ്ജ് പോളിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഈ ഒരു വീടിന്റെ DB ബോക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂമും കിച്ചണും കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കിച്ചണിലെ കാഴ്ചകൾ കാണാം. കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് പുറകിലായിട്ട് ഒരു ബ്ലൈൻഡ്സ് കട്ടനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു ആർച്ചി ഡ്രൈവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലീസും ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു ബ്ലൈൻഡ്സ് തന്നെ ഉയർത്തി വെക്കാം. അതല്ല ഗസ്റ്റുകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്ന ഡൈനിങ് ഏരിയ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൈൻഡ്സ് താഴത്തേക്ക് ആക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. എൽ ഷേപ്പിലാണ് കിച്ചൺ കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. ബോട്ടം കബോർഡ് ഡോറിന് ഫോറസ്റ്റ് ഗ്രീൻ കളർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലെ കബോർഡുകൾക്ക് ഐവറി കളറും. ഈ ഒരു കിച്ചൺ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് WPCയിലാണ്. ഫിനിഷിംഗ് ആയിട്ട് മൈക്ക ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നു. ഫേബർ കമ്പനിയുടെ ഹുഡും ഹോബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. കിച്ചന്റെ വാളിൽ വൈറ്റ് ടൈലാണ് പതിച്ചിരിക്കുന്നത്. ഡോറുകൾക്ക് ഹാൻഡിലായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഫൈൽ ഫിറ്റിംഗ്സുകൾ കൊടുത്തിരിക്കുന്നു. ചിമ്മിണിയുടെ ഇരുവശവും ഓരോ വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം വെളിച്ചത്തിന് വേണ്ടിയിട്ട് റൂഫിനോട് ചേർന്ന് ഫുൾ വാൾ ലെങ്ത്തിൽ ഒരു വെന്റിലേറ്ററും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ആവശ്യത്തിലധികം ഡേ ലൈറ്റ് കടന്നു വരുന്നുണ്ട് കേട്ടോ. കിച്ചനോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ചെറിയൊരു വർക്കിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലായിട്ട് ചെറിയൊരു കോർണർ സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ മെയിൻ ഡോർ തുറന്ന് ആര് വന്നാലും കിച്ചണിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും ലിവിങ് ഏരിയയിൽ നിന്നും കാണാവുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയ, സ്റ്റെയർ കേസ്, ഡൈനിങ് ഏരിയ, കിച്ചൺ തുടങ്ങിയ പോർഷൻ എല്ലാം ഒരു L ഷേപ്പിലാണ് പ്ലാനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും കിച്ചന്റെയും ഏറ്റവും അടുത്തായിട്ടാണ് ഇവിടുത്തെ പാരന്റ്സ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. റൂമുകൾക്കെല്ലാം സ്കിൻ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കിങ് സൈസിലുള്ള ഡബിൾ ബെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിനെല്ലാം ഗ്രേ ഷെയ്ഡിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. 3 ഡോറുകളുള്ള ഒരു അലമാരിയും മുകളിലായിട്ട് ലോഫ്റ്റായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാരന്റ്സ് ബെഡ്റൂമിന്റെ ടോയ്ലറ്റ്. ടോയ്ലറ്റിന്റെ ചുമരിൽ ഗ്രേയും ഐവറിയും കളറിലുള്ള 2x2 ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 60 രൂപ വിലയുള്ള ടൈലുകളാണിവ.
ടോയ്ലറ്റിന്റെ ഫ്ലോർ ടൈലും ഗ്രേ കളറിലുള്ളതാണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ പേരൻസ് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഈ ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ലിവിംഗ് ഏരിയയോടും സ്റ്റെയർ കേസ് ഏരിയയോടും ചേർന്നാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്ഥാനം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നേരെ കാണുന്നത് സ്റ്റഡി യൂണിറ്റ് വിത്ത് വാർഡ്രോബ് ആണ് കേട്ടോ. ക്യൂൻ സൈസിലുള്ള ഒരു ബെഡാണ് മാസ്റ്റർ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന് ഗ്രേ കളറിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഫർണിച്ചർ യൂണിറ്റ് സ്റ്റഡി യൂണിറ്റും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റുമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റീൽ അലമാര കൊടുത്തിരിക്കുന്നു. ഫ്ലോറിങ്ങിനായിട്ട് 2x4 സൈസിലുള്ള ഗ്രേ ഷെയ്ഡിലുള്ള വെട്രിഫൈഡ് ടൈല് കൊടുത്തിരിക്കുന്നു. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റ് കാണാം. ഗ്രേ ആൻഡ് ക്രീം കളറിലുള്ള 2x2 സൈസിലുള്ള ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഫ്ലോറിലും സെയിം കളറിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 60 രൂപ സ്ക്വയർ ഫീറ്റിന് വിലയുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. GI പൈപ്പിൽ ഫ്രെയിം ചെയ്ത് അതിന് മുകളിൽ വുഡൻ കവറിങ് കൊടുത്തിരിക്കുകയാണ്. ഹാൻഡ് റെയിലിനായിട്ട് 1 mm സ്ക്വയർ ആടും അതിന് മുകളിൽ വുഡൻ റെയിൽസും കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ ഏകദേശം 700 സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയറിൽ മെയിനായിട്ടും വൈറ്റ് ബേസ് ആയിട്ടുള്ള പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയിൽ ഒരു ഗ്രേ ഷെയ്ഡ് പെയിൻ്റ് ആണ് അടിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിൽ റൂഫിൽ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. വലത്തെ സൈഡിൽ ചെറിയൊരു പാസേജിലൂടെ നടന്നിട്ട് വേണം ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയിലേക്ക് എത്താൻ. റൂഫിൽ 4 ഹോൾസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുന്നു. ഉള്ളിലായിട്ട് CNC വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള അതിഥികളുള്ളത്. എലിവേഷന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ജാളി വർക്കുകൾ കൊടുത്തതിന്റെ പുറകിലാണ് ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുള്ളത്. ജാളി വർക്കിന് പുറകിലായിട്ട് ഫുൾ ലെങ്ത്തിൽ തന്നെ സ്ലൈഡിംഗ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫുൾ ലെങ്ത്തിൽ മുകളിൽ ഒരു ഫിക്സഡ് ഗ്ലാസും കൊടുത്തിരിക്കുന്നു. നമുക്കിനി ബാൽക്കണിയിലേക്ക് പോകാട്ടോ. ചൈന ഡോൾ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കിളികൾ കൂട് കൂട്ടുന്നത്. നാട്ടിൻപുറത്തൊക്കെ തൊപ്പിക്കിളികൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇരട്ടത്തലച്ചി ബുൾബിൾ എന്നും പറയാറുണ്ട്. ശരിക്കും ഇത് റെഡ് ബിസ്ക്കറ്റ് ബുൾബിൾ ആണ് കേട്ടോ ഇവിടെ കൂട് കൂട്ടുന്ന കിളികൾ. ദാ ഇവിടെ ഒരു കിളി കൂട് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. മുട്ടിയിട്ടിട്ട് അടയിരിക്കാൻ കേട്ടോ. മനുഷ്യ സാമീപ്യം കൂടുതലുള്ള സുരക്ഷ നൽകുന്നുള്ള ഒരു തോന്നലിലാണ് ഈ ഒരു കിളികൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കൂട് കൂട്ടാൻ കാരണം. കൂട് കൂട്ടി മുട്ടയിട്ട് 14 ദിവസം അടയിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്. നമ്മളും ഇവരെ ശല്യപ്പെടുത്തുന്നില്ല. ഇപ്പൊ കാണുന്നത് കണ്ടോ, ഇതിൽ കുറച്ച് ദിവസം മുന്നേ വരെ കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അമ്മക്കിളി ഫീഡ് കൊടുക്കാൻ വരുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും. അത്യാവശ്യം നല്ല വൈബാണ് കേട്ടോ ആ ഒരു ശബ്ദം കേൾക്കാൻ. ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ച ജാളി. ഏകദേശം 20 സെന്റിമീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ആയിട്ടാണ് ഇത് വരിക. 90 രൂപ വിലയുള്ളതാണ് ഈ ഒരു ജാളി. ലിവിങ് ഏരിയയിലും ചുറ്റിനും പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സൺലൈറ്റ് ധാരാളമായിട്ട് ഉള്ളിലേക്ക് വരാൻ കൊടുത്തിട്ടുള്ള കട്ടിങ്ങുകൾ. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. 3 ഡോറുകളുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസിന് ഗ്രേ കളറുള്ള സീബ്ര ബ്ലൈൻഡ്സും കൊടുത്തിരിക്കുന്നു.
2 ഡബിൾ കട്ടിലുകളാണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിററും ഓപ്പൺ തട്ടുകളും ചെറിയൊരു സ്റ്റോറേജും ഒക്കെ ആയിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂമിലെ ടോയ്ലറ്റ്. ഇവിടെ 2x4 സൈസിലുള്ള ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് തീമിലുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ. ഏകദേശം 700 സ്ക്വയർ ഫീറ്റോളമാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത്. ഈ നേരെ കാണുന്ന ഡോറാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന വഴി. ഗ്രൗണ്ട് ഫ്ലോറിലെയും ഫസ്റ്റ് ഫ്ലോറിലെയും ഫ്ലോർ ടൈലായിട്ട് 2x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഈ ഒരു ടൈലുകൾക്ക് 60 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1400 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 700 സ്ക്വയർ ഫീറ്റും അടക്കം ഈ ഒരു വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2100 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവരുടെയും പ്രധാന സംശയം ഇത്രയും മനോഹരമായിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്യാൻ എത്ര ചിലവ് വന്നിട്ടുണ്ടാവുന്നല്ലേ? ഈ ഒരു സ്റ്റെയർ കേസിന് സ്റ്റീൽ വർക്കും വുഡ് വർക്കും കൂടി ഏകദേശം 1.5 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചെലവ് വന്നിട്ടുള്ളത്. 2100 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം രൂപയാണ്. കൂടാതെ ഇന്റീരിയറിന് 8 ലക്ഷം രൂപ വേറെയും ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിളി കൂടുകൂട്ടുന്ന വീടിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീട് നിർമ്മിക്കാനോ റിനോവേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു ഹോം ടൂർ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.